കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ മുസ്ലിം ലീഗിന് തീരുമാനമുണ്ടായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. തർക്കങ്ങൾ UDFിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ടിപ്പോൾ. എന്നാൽ ലീഗ് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താലേഖകരോട് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസ്സിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ലീഗ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ്. ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കണം ഒന്നില്ലാഞ്ഞിട്ട് കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട്. കോൺഗ്രസ്സിൽ ഒരു തമ്മിത്തല്ലിൽ എന്ത് വഴക്കാണ് കോൺഗ്രസ്സിലുള്ളത്? മുസ്ലിം ലീഗ് ആശങ്കയുമായി ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരും. അതേപോലെ VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സലീം മാലിക്കും തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ സി വിജയൻ, വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നാണോ നമുക്ക് ഈ തീരുമാനത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചത്? പറയൂ. തീർച്ചയായും ഇന്നലെ നേതൃയോഗം നടന്നിരുന്നു. ഈ നേതൃയോഗത്തിന് മുൻപ് തന്നെ മുസ്ലിം ലീഗിനകത്ത് ഒരു അതൃപ്തിയുണ്ട്. കോൺഗ്രസിലെ ഈ പടലപ്പിണക്കവും ഒപ്പം തന്നെ നേതാക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതിൽ അവർക്കൊരു അതൃപ്തി ഉണ്ടായിരുന്നു. ഇത് നേതൃയോഗത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നേതൃയോഗത്തിൽ സംസാരിച്ചതിന് ശേഷമാണ് ഹൈക്കമാൻഡിനെ കാണാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൈക്കമാൻഡിനെ കണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സമയമാണ് UDFിനെ സംബന്ധിച്ച്. അപ്പോൾ ആ സാധ്യത ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല പടലപ്പിണക്കങ്ങളിലേക്കും പോവുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ നേതൃത്വത്തിന് എന്നുള്ള ഒരു വിലയിരുത്തൽ, അങ്ങനെ ഒരു പൊതുവികാരം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനെ കാണാം എന്നുള്ളത് തന്നെയാണ് ആദ്യം KC വേണുഗോപാലുമായി സംസാരിച്ച് അതിനുശേഷം ഹൈക്കമാൻഡുമായി ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ആ മുഖ്യമന്ത്രി പദത്തിൽ ആരെ എന്നതിനെ ചൊല്ലിയുള്ള ആദ്യത്തെ തർക്കം, അത് കഴിയുമ്പോഴേക്കും ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, ഇതിങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐക്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഈ വിമർശനത്തിന് പ്രധാനമായിട്ടുള്ള കാരണമുണ്ടാവുന്നത്. SKN. ഓക്കെ, VD സതീശൻ്റെ വാർത്താ സമ്മേളനം അല്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ലീഗിന് അതൃപ്തി ഉള്ളതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അവരൊരിക്കൽ പോലും ആ കാര്യം പറഞ്ഞിട്ടില്ല എന്നായിരുന്നു. ഈ വാർത്താ സമ്മേളനം കവർ ചെയ്ത സലീം മാലിക് കൂടി നമുക്കൊപ്പം ചേർന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, പ്രതിപക്ഷ നേതാവ് വ്യക്തമായി എന്താണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്? SKN, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൽ എന്നല്ല UDFിൽ ഒരു അതൃപ്തിയും ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത നിലയിലുള്ള ഒരു ഐക്യം UDFിനുള്ളിലുണ്ട്. മുസ്ലിം ലീഗിലെ നേതാക്കളുമായി എല്ലാ ദിവസവും ഓരോ വിഷയങ്ങളിലും സംസാരിക്കുന്നതാണ്. അവർ ഒരു അതൃപ്തിയും തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസിലും മുൻപില്ലാത്ത വിധത്തിലുള്ള ഐക്യമുണ്ട്. ഏത് വിഷയത്തിലാണ് കോൺഗ്രസിൽ തർക്കം എന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മാധ്യമങ്ങളിലാണ് ഓരോ ദിവസവും കോൺഗ്രസിനുള്ളിൽ തർക്കം എന്ന വാർത്ത വരുന്നത്. പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ്, ഏത് നിലയിലാണ് എന്ന് തനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ശശി തരൂരിനെതിരെ തൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വീഴില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും അദ്ദേഹത്തെ കണക്കറ്റ് പരിഹസിക്കുന്ന നിലയിൽ തന്നെയാണ് വാർത്താ സമ്മേളനം പോയത്. കാരണം അദ്ദേഹത്തെ തിരുത്താൻ താൻ ആര് എന്നുള്ളതാണ് ചോദിച്ചത്. താൻ ഈ ചട്ടപ്രകാരം ശശി തരൂരിനേക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്നയാളാണ്. തനിക്ക് അദ്ദേഹത്തെ തിരുത്താനോ ശാസിക്കാനോ ഉള്ള അധികാരമില്ല. അദ്ദേഹത്തെ തിരുത്തേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുമുണ്ട്, അദ്ദേഹത്തിനെതിരെ ഒന്നും നിങ്ങൾ എത്ര ചോദിച്ചാലും തൻ്റെ വായിൽ നിന്ന് വീഴില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ വലിയ നിലയിലുള്ള പരിഹാസം എന്ന നിലയിൽ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. താൻ ശശി തരൂരിന് നേരത്തെ മറുപടി പറഞ്ഞിരുന്നു. ആ മറുപടി പറഞ്ഞത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തരൂർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, അതിനുശേഷവും ആ മറുപടി പറഞ്ഞതിന് ശേഷവും പാർട്ടിയിൽ ഐക്യമില്ല എന്നൊക്കെ ശശി തരൂർ പറയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് ഈ നിലയിലുള്ള മറുപടി പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത്. മാത്രമല്ല, താൻ ശശി തരൂരിനെതിരല്ല, ശശി തരൂർ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ശശി തരൂരിനെതിരെ VD സതീശൻ എന്ന തലക്കെട്ടിനാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിലെ മറ്റെല്ലാ നേതാക്കളും ഇപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ തരൂരിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. ആ അതൃപ്തി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ പരോക്ഷമായി പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്ത് എന്ന് തനിക്കറിയില്ല. അത് ഒന്നുകിൽ രാഹുൽ ഗാന്ധിയോടോ അതല്ലെങ്കിൽ ശശി തരൂരിനോടോ ചോദിക്കണം. അതിന് താൻ ആളല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്.